2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും രാജ്യത്തിനും കരുത്ത് നൽകുന്നൊരു ഫലമായിരിക്കും വരാൻ വേണ്ടി പോകുക എന്നുള്ളത്. കാരണം ജനങ്ങളെ അത്ര കണ്ട് കബളിപ്പിക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തുക സ്വാഭാവികമാണ് പലപ്പോഴും. പക്ഷേ ഇത് വാഗ്ദാനങ്ങൾ കാറ്റിൽ പറത്തുന്നത് മാത്രമല്ല, ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക. എനിക്ക് നിർഭയമായി ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ഇന്ത്യക്കാരന് ആശങ്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്ന നാളുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓരോ മനുഷ്യനും അവന് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം. അതിന് വിലങ്ങുതടിയായി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് രീതികൾ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഗവൺമെൻറ്റിൻ്റെ വ്യവസ്ഥാപിതമായിട്ട് എല്ലാവിധമായ ഭരണഘടനാ ഏജൻസികളെയും CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇലക്ഷൻ കമ്മീഷൻ, സുപ്രീം കോടതി തുടങ്ങിയ എല്ലാ ഭരണഘടനാ ശക്തികളും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എല്ലാത്തിനെയും പിടിച്ചെടുത്ത് അവരെല്ലാം നിയന്ത്രിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും തരംതാണ ശൈലിയിലേക്ക് ഈ ഗവൺമെൻറ് പോയി. ഇനി രാജ്യത്ത് തിരഞ്ഞെടുപ്പുണ്ടാകുമോ എന്ന് പോലും ജനങ്ങൾ ആശങ്കിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ രാജ്യത്ത് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഈ കബളിപ്പിക്കുന്ന ഈ തീരുമാനങ്ങൾ എത്ര കാലം ഇനി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇല്ല. അതിന് സമാന മനസ്കരായ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെ താഴെയിറക്കി പകരം ഒരു പുതിയ സർക്കാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മുന്നോട്ട് നീങ്ങുകയാണ്. സംശയം വേണ്ട, ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണ ശൈലികളും മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അതിൽ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. മോഡിയെ നേരിടാൻ കേൾപ്പുള്ള ഏറ്റവും ശക്തനായ നേതാവായി, ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള നേതാവായി രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്ന കാഴ്ചയാണ് വർത്തമാനകാല ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാജ്യത്തിന് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റാൻ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധമായിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും.